ബഹുമാനികളായ അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹപാഠികളെ, ഒട്ടും യോഗ്യതയുള്ളവരല്ല ഈ വേദി ശ്രേഷ്ഠമായ ഒരു വേദിയിരിക്കുന്നത്. ഏതോ മുൻജന്മ സുഹൃതമെന്ന് പറയാം. പേര് കേട്ടപ്പോൾ ആദ്യം എനിക്ക് വലിയ പോലീസ് മനസ്സിലായില്ല. ഇത് രാവിലെ അനുഭവം കണ്ടപ്പോഴാണ് ഞാൻ ഭയന്നു പോയി. എന്തെങ്കിലുമൊക്കെ പറയുവാൻ ആഗ്രഹിച്ചാണ് ഞാൻ വന്നത്. പല ചാനലുകളിൽ അച്ഛൻ്റെ ആത്മീക പ്രഭാഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഈ വേദിയിൽ ഇരിക്കുവാൻ സാധിച്ചത് ശരിക്കും പറഞ്ഞ ഒരു സുഹൃതം തന്നെയാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, yesterday is history, tomorrow is a mystery, today is a gift, that's why we call it is present. ഇന്നലെ എന്നത് ചരിത്രമാണ്, നാളെ എന്നത് വളരെയേറെ വിസ്മയമാണ്, ഇന്നത്തെ വലിയൊരു വരദാനമാണ്. അത്രയ്ക്ക് വലിയൊരു വരദാനമാണ് ഇന്നത്തെ കോളേജിലെ ഇവിടെ കടന്നു വന്ന ആ ശ്രേഷ്ഠ വ്യക്തി. ശരിക്കും പറഞ്ഞാൽ നാം ഓരോരുത്തരും ഈ ലോകത്തും ഈ കോളേജിലും ഏതൊരു കാര്യം ഏതൊരു മേഖല എടുത്താലും അഭയാർത്ഥികളാണ്. വരിക, പോവുക, എങ്ങും സ്റ്റേബിളായി നിൽക്കുക ഉള്ള യോഗ്യത നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായാൽ തന്നെ 3 വർഷം കഴിയുമ്പോൾ ഈ കോളേജിനോട് വിട പറഞ്ഞ് ഇവിടെ നിന്ന് പോകണം. അതുപോലെ തന്നെയാണ് ഭൂമിയിലേക്ക്, ഏതൊരു ലോകത്തും ഈ ഭൂമിയിലേക്ക് വന്നാലും കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആരും അറിയാതെ തന്നെ ഈ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് വിട പറഞ്ഞു പോകേണ്ടവരാണ്. ഉമ്മർക്കയ്യ പറഞ്ഞതുപോലെ മരണത്തിനും ജനനത്തിനും ഇടയ്ക്കുള്ള ആ കാലഘട്ടം തികച്ചും കാറ്റുപോലെയാണ്. ആ കാറ്റ് പറന്നു പോകുന്ന ദിശയിലേക്ക് പറത്തിവിട്ട പട്ടങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളും. ബാല്യകാലത്ത് ആ പട്ടത്തിന് ഒരു ദൂരമുണ്ട്, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അതിനൊന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. യുവത്വമായി കഴിഞ്ഞാൽ ആ ചരടുകളൊക്കെ താഴെ അഴിഞ്ഞു പോകും. ആരാലും നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത ഒരു പട്ടം പോലെ പറന്നു പോകും. ഞാൻ എന്റെ കർത്തവ്യം മറന്നു പോകുന്നു തോന്നുന്നു. നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ഈ യോഗത്തിന് അധ്യക്ഷത അലങ്കരിച്ച ഈ കോളേജിന്റെ പ്രിൻസിപ്പാളും ആദരണീയനായ അനിയൻ സാറിനോടാണ് ആദ്യം നന്ദി പറയുന്നത്. ഞാൻ പറഞ്ഞു, അഴിച്ചുവിട്ട പട്ടം അല്ലെങ്കിൽ ആരാലും നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത ഒരു പട്ടമാണ് ഞാൻ നിങ്ങളുടെ. എന്നാൽ ആ പട്ടത്തിന് ഒരു കടിഞ്ഞാണിടുക അല്ലെങ്കിൽ ഒരു നൂലിട്ട് അതിനെ കെട്ടി നിർത്തുവാൻ ആദരണീയനായ സാറിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ മാർത്തോമാ കോളേജിന്റെ ചരിത്രത്തിൽ ഭാവി ഈ കോളേജിന്റെ ചരിത്ര താളുകൾ മറച്ചു നോക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അന്നത്തെ തലമുറ ഓർക്കുന്നതിന് ഒട്ടും സംശയം വേണ്ട. ഔപചാരികതയുടെ പേരിൽ സാറിനോടുള്ള നന്ദിയും സ്നേഹവും ആദരവും ഈ സമയത്ത് അറിയിക്കും. അടുത്തതായിട്ട് നന്ദി അറിയിക്കുവാനുള്ളത് ഒട്ടും യോഗ്യതയില്ല ആ പേര് പോലും ഉച്ചരിക്കുക. ശ്രേഷ്ഠ വ്യക്തിയാണ് ഇവിടെ കടന്നു വന്ന് ഈ കോളേജിന് ഏറ്റവും അനുഗ്രഹം സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും എടുത്ത് വ്യാഖ്യാനിക്കുവാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഫോർമാറ്റിൽ നിന്നൊക്കെ മാറുകയാണ് നന്ദി പറയുന്നത്. ഞാൻ പോലീസിനോടുള്ള നന്ദിയും സ്നേഹവും ആദരവും ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്തതായിട്ട് നന്ദി പറയുവാനുള്ളത് വലിയ ഷിബു ഇബ്രഹാം മാത്യൂസിനോടാണ്. അച്ഛന്റെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും അനുഗ്രഹപ്രദമായി തീർന്നു അച്ഛന്റെ പ്രാർത്ഥന കൊണ്ട്. അച്ഛന്റെ ചാപ്പലിനായിട്ട് ഈ കോളേജിന്റെ ചാപ്പലിനായിട്ട് സ്ഥാനം ഏറ്റിട്ട് എല്ലാ ബുധനാഴ്ചകളിലും ഈ കോളേജിൽ പ്രാർത്ഥന മുടങ്ങാതെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. പലപ്പോഴും കോളേജിൽ വരുന്നതുകൊണ്ട് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ആത്മീയമായിട്ടുള്ള നേതൃത്വം നൽകുന്ന അച്ഛനോട് കടന്നു വരികയും പ്രാർത്ഥന നടത്തുകയും സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ജോൺ സാർ തന്നെയാണ് ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഇതിന് ശേഷം നടക്കാൻ പോകുന്ന കൾച്ചറൽ പ്രോഗ്രാമിന് ചുക്കാൻ പിടിച്ചത്. ഇത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പല കാര്യങ്ങളും കണ്ടു, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു കൾച്ചറൽ പ്രോഗ്രാം അതുപോലെ ഇന്നത്തെ കോളേജിന്റെ സെലിബ്രേഷൻ പിന്നിൽ പ്രവർത്തിച്ച സാർ ഇവിടെ സ്വാഗതം ആശംസിച്ചു. സാറിനോടുള്ള നന്ദിയും സ്നേഹവും ആദരവും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ
ഇവിടെ മൊമെന്റോ ഏറ്റുവാങ്ങിയ ഡോക്ടർ ഷിജു മാത്യു സാർ ഒരു വലിയ സയന്റിസ്റ്റ് ആണ്. ഒരിക്കലും അദ്ദേഹത്തിനൊപ്പം ഇരിക്കുവാനുള്ള യോഗ്യതയില്ല. കാരണം ഒരു ഡിഗ്രിയുടെ പ്രാഥമിക കാലത്ത് മാത്രമേ ഞാൻ നടത്തിയിട്ടുള്ളൂ. എങ്കിലും ആ ശ്രേഷ്ഠമായ വേദി ഈ ഒരു കോളേജിന് കിട്ടിയത് തന്നെ, അദ്ദേഹത്തിന് കിട്ടിയത് തന്നെ വളരെ ഒരു അഭിമാനം, അതിലേറെ നമ്മുടെ ഈ ഒരു തലമുറയുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. സാറ് മൊമെന്റോ സ്വീകരിക്കുവാനായി ഇന്ത്യയിൽ വരികയും അതുപോലെ തന്നെ മറുപടി പ്രസംഗം നടത്തുകയും ചെയ്ത ബഹുമാനായ സാറിനോടുള്ള നന്ദിയും സ്നേഹവും ആദരവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഏറ്റുവാങ്ങാനായിട്ട് വന്ന പല സീനിയേഴ്സ് ഞങ്ങൾ പിന്നാലെയാണ് വരുന്നത്. അവരെ ഒരുപാട് മുന്നിലാക്കി കടന്നു വരികയും മെറിറ്റുകൾ സ്വീകരിക്കുകയും ചെയ്ത എല്ലാ ചേട്ടന്മാരോടും ചേച്ചിമാരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ ഒരു നേതൃത്വം നൽകുക, പിന്നീട് പല സ്ഥലങ്ങളിലുമായിട്ട് നേതൃത്വം നൽകുന്ന ഓരോ അധ്യാപകരോടുമുള്ള നന്ദിയും സ്നേഹവും ആദരവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കോളേജിലെ ഓരോ വിദ്യാർത്ഥികളോടും, അതുപോലെ ഈ കോളേജിൽ പഠിച്ചിറങ്ങുവാനായി കാത്തു നിൽക്കുന്ന ഓരോ സീനിയേഴ്സിനോടും, ഇവിടെ സാന്നിധ്യം കൊണ്ട് അല്ലാതെ ഒക്കെ നമ്മളെ നോക്കിക്കാണുന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം, ഒപ്പം ബിസിനസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു അലോത്സവത്തിൽ എല്ലാവരോടും നന്ദി സ്നേഹവും യോഗത്തിന്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ കർത്തവ്യത്തിൽ തെളിയിക്കുന്നു.